കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. കർത്താവ് നമ്മളിലൂടെയും വൻ പ്രവർത്തികളെ ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായി, ദൈവം പകരുന്ന എല്ലാ പകർച്ചകൾക്കായിട്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇത് പുതുവീഞ്ഞ് പകരപ്പെടുന്ന നാളുകളാണ്. കഴിഞ്ഞ 3 ദിവസത്തെ ഈ പ്രൊഫറ്റിക് കോൺഫറൻസിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മുടെ പാത്രങ്ങളെ ഒന്ന് ഒരുക്കി നമ്മൾ പുതുവീഞ്ഞിനാൽ നിറഞ്ഞ് ഈ പുതുവീഞ്ഞ് പകർന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മെ ഒരുക്കുന്ന, ശക്തീകരിക്കുന്ന ദിവസങ്ങളാണല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 17-21 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് ദൈവവചനത്തിലേക്കും ശുശ്രൂഷകളിലേക്കും നമുക്ക് പ്രവേശിക്കാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നമുക്കറിയാം, ദൈവസഭയുടെ ആരംഭമാണ്. പരിശുദ്ധാത്മാവ് പകരപ്പെടുന്ന ഒരു സമയമാണ്. മുൻമഴയുടെ അനുഭവം നമ്മൾ കഴിഞ്ഞ നാളുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നല്ലോ. പത്രോസ് അപ്പോസ്തലൻ ഈ ആത്മപകർച്ച നടന്നപ്പോൾ, ഈ പുതുവീഞ്ഞിന്റെ അനുഭവം ആദിമസഭയിൽ വന്നപ്പോൾ യോയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ഈ പ്രവചനത്തെ എടുത്തു പറയുകയാണ്. അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. 2000 വർഷങ്ങൾക്ക് മുമ്പേ ആദ്യത്തെ ആത്മപകർച്ച നടന്ന് സഭ ഉളവായപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ വാക്കുകളാണ്, അന്ത്യനാളുകളിൽ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇവിടെ കാണുന്നത്, ഇവിടെ അനുഭവിക്കുന്നത് നൂറ്റാണ്ടുകൾ മുമ്പേ പ്രവചിച്ച് പറഞ്ഞ ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. 120 പേർ മർക്കോസിന്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാഭിഷേകത്തോടെ അവർ ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ച് പുതുവീഞ്ഞിന്റെ ആ നിറവിൽ അവർ വെളിപ്പെട്ടപ്പോൾ, അവരുടെ പാത്രങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ആ മുറിയിൽ നിന്ന് ആ ഭവനങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ജനത്തിന് ആശയക്കുഴപ്പം വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സംശയിക്കേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾ വിസ്മയിക്കേണ്ട. ഇവിടെ സംഭവിച്ചത് എന്താണ്? പ്രവാചകൻ മുമ്പേ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം നിവൃത്തിയായതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം കർത്താവിന്റെ വരവിന്റെ തൊട്ടടുത്തായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം, ഒരു തലമുറയാണ് നാം. അന്ത്യ നാളുകളുടെ അന്ത്യ നിമിഷങ്ങളിലാണ് നാം. We are in the last of the last days. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അന്ത്യനാളുകളിൽ സകല ജഡത്തിന്മേലും. 2000 വർഷം മുമ്പേ അന്ത്യനാളുകൾ എന്ന് ദൈവവചനം പറയുന്നതിന്റെ ആരംഭം കുറിഞ്ഞു. 2000 വർഷം കഴിഞ്ഞ് 2025 നാം കയറുമ്പോൾ നാം അന്ത്യനാളുകളുടെ അന്ത്യ നിമിഷങ്ങളിലേക്ക്, കാലങ്ങളെയും സമയങ്ങളെയും ഒന്ന് വിവേചിച്ചറിയുവാൻ, ഒന്ന് തിരിച്ചറിയുവാൻ, നമ്മൾ ഏത് സീസണിലാണ്, ഏത് കാലഘട്ടത്തിലാണ്, ഏത് യുഗത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനും, എന്താണ് ദൈവം കാലാകാലങ്ങളിൽ തന്റെ സഭയിൽ ദേശങ്ങളിൽ ചെയ്യുന്നത് എന്നൊന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനോടൊന്ന് ചേർന്ന് ഒഴുകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. So we are in the last of the last days. Amen. കർത്താവിന്റെ 2ാമത്തെ വരവിന്റെ തൊട്ടടുത്താണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ദൈവസഭകളിൽ, ദേശങ്ങളിൽ പകരുകയാണ്. ഇത് പകർച്ചയുടെ നാളുകളാണ്. We are in the days of the outpouring of the Holy Spirit. പരിശുദ്ധാത്മാവ് പകരപ്പെടുന്ന പിൻമഴയുടെ കാലങ്ങളിലാണ്. ചിലപ്പോൾ ഈ പിൻമഴ ആഞ്ഞു പെയ്യും. കേരളത്തിൽ മൺസൂൺ ആരംഭിച്ചിട്ടില്ല, പക്ഷെ മൺസൂണിന് മുമ്പേ ഈ ഭയങ്കര ചൂടിന്റെ ഇടയ്ക്കും രാത്രിയാകുമ്പോൾ ഭയങ്കര മഴയാണ്. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് ഓടകളൊക്കെ നിറഞ്ഞ് റോഡ് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതീതിയാണ്. അങ്ങനെയാണെങ്കിൽ മൺസൂൺ പെയ്താൽ എന്ത് സംഭവിക്കും? നിർത്താതെ മഴ പെയ്താൽ. അപ്പോൾ ഈ അന്ത്യനാളുകളിൽ ചില സമയങ്ങളിൽ ആത്മമഴ ഭയങ്കരമായിട്ട് ദൈവം എന്ത് ചെയ്യും? തന്റെ ജനത്തിന് വേണ്ടി പെയ്ച്ചു തരും. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഈ കാലത്തെ, ഈ സമയത്തെ നാം തിരിച്ചറിഞ്ഞ് നമ്മെ തന്നെ ഒന്ന് ഒരുക്കിയാൽ പരിശുദ്ധാത്മാവിന് തന്റെ പ്രവൃത്തികളെ നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ദേശങ്ങളിൽ ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം പിൻമഴയുടെ, ആത്മപകർച്ചയുടെ, ആത്മപ്രവാഹത്തിന്റെ ഒരു സീസൺ, ഒരു നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. ആമേൻ. പ്രത്യേകിച്ച് ഈ ദൈവസഭയ്ക്കും ആഗോള സഭയിലും പരിശുദ്ധാത്മാവിൽ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ദൂതായി ഇന്ന് പങ്കുവെക്കുന്നത്. ഇറ്റ്സ് an end time prophetic awakening. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മളൊരു കോൺഫറൻസ് കൂടാൻ വേണ്ടി ഒരു കോൺഫറൻസ് കൂടിയതല്ല. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ നിയോഗപ്രകാരം തന്റെ ജനത്തെ ഒരു പ്രൊഫറ്റിക് ചലനത്തിന് വേണ്ടി, for a prophetic revival, for a prophetic move. ഈ പുതുവീഞ്ഞ് എന്തിനെ കാണിക്കുന്നത്? ദൈവത്തിന്റെ പുത്തൻ പ്രവർത്തികളെ കുറിക്കുന്നതാണ്. Hallelujah. And therefore we are in an end time prophetic awakening, prophetic explosion എന്ന് പറഞ്ഞുള്ള വാക്കുകൾ നമ്മുടെ കോൺഫറൻസിൽ കേൾക്കുവാൻ ഇടയായി തീർന്നു. കുറച്ച് പ്രവചനങ്ങൾ പറഞ്ഞു, പേര് വിളിച്ചു, അഡ്രസ് പറഞ്ഞു, ഒന്ന് പ്രവചിച്ചു. അല്ല
അതെല്ലാം അതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ചർച്ച് തന്നെ പ്രൊഫറ്റിക് ആയി മാറുന്ന, അതിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ ഹയർ ഡൈമെൻഷൻസിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ആരാധന പ്രൊഫറ്റിക് ആണ്, പ്രഡിക്റ്റബിൾ അല്ല. പ്രൊഫറ്റിക് വർഷിപ്പ് അതിനൊരു ക്രമമുണ്ട്. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ no one can in a way predict. Spontaneous ആയിട്ടുള്ള രീതിയിൽ ശുശ്രൂഷകന്മാർ ഒരുങ്ങി വരുന്നു, വർഷിപ്പേഴ്സ് ഒരുങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഉറവകൾ തുറക്കുന്നത് പോലെ, ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നത് പോലെ, they are open to the prophetic flow. ആ ഒരു പ്രാവചികമായ ഒഴുക്കിന് വേണ്ടി. അപ്പോൾ അന്ത്യകാല സഭ, അപ്പസ്റ്റോളിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് അങ്ങനെ ഒരു സഭയാണ്. ദിസ് ഈസ് an apostolic church. 15 വർഷങ്ങൾക്ക് മുമ്പേ അപ്പോസ്തോലിക ആ ദൈവിക വെളിപ്പാട് ദൈവസഭകളിലേക്കും ആഗോള സഭകളിലേക്കും ദൈവം അയച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ ജനിച്ച ഉളവായ ഒരു സഭയായതുകൊണ്ടാണ് അപ്പസ്റ്റോളിക് സഭ. ഹല്ലേലൂയ. എന്താണ് ഒരു അപ്പോസ്തോലിക സഭ? ഇറ്റ്സ് എ മിഷണറി ചർച്ച്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആ ഭാരത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിന്റെ രാജ്യത്തിന്റെ വർധനവിന് വേണ്ടി ടെറിട്ടറികളെ പിടിച്ചടക്കുവാൻ, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ യെരുശലേം സഭയുടെ മേൽ, അന്ത്യോക്യ സഭയുടെ മേൽ, എഫേസ്യ സഭയുടെ മേലൊക്കെ ആ നിയോഗം ലഭിച്ചതുപോലെ ഒരു പ്രാദേശിക സഭയുടെ കാര്യങ്ങൾ നോക്കി ഒരു റീജിയനിൽ ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സഭയല്ല. An apostolic church. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-20 വാക്യം വരെ നാം വായിക്കുന്ന പോലെ യേശു തന്റെ ശിഷ്യന്മാരെ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട് go 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 go. Somebody say go. So apostolic church is always on the move. Hallelujah. Go. നിങ്ങൾ രാജ്യങ്ങൾ എന്താക്കി തീർക്കണം? നിങ്ങൾ ശിഷ്യരാക്കി തീർക്കണം. Go into all the nations and make disciples of all nations. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കി കളയുക. So this is not a sitting church, this is a going church. Apostolic church is a going church. It's a mission church. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് മനസ്സിലാക്കി സകല ഗോത്രങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവത്തിന് കാഴ്ചവെക്കുവാൻ നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള വലിയ ഭാരം ഒന്ന് സുവിശേഷം പറഞ്ഞു എന്ന് മാത്രമല്ല, ദൈവസഭകളെ ഉളവാക്കുവാൻ, ദൈവദാസന്മാരെ പുറത്തെടുക്കുവാൻ, സുവിശേഷം എത്താത്ത ആ സ്ഥലങ്ങളിലേക്ക്. ആമേൻ. Somebody say we are an apostolic church. We are an apostolic church. അപ്പോസ്തോലികമായ ദൈവവചനത്തിന്റെ സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു അപ്പോസ്തോലികമായ സഭ. അപ്പോൾ തന്നെ we are a prophetic church. ഒരു prophetic church. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ നയിക്കപ്പെടുവാൻ ദൈവ ശബ്ദത്തിനും ദൈവ ആലോചനകൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു സഭയാണ് ഒരു prophetic church. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം എല്ലാ സഭകളെ കുറിച്ചും അത് തന്നെയാണ്. That every church must be an apostolic church and a prophetic church. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. The book of Ephesians chapter 2 verse 20. ക്രിസ്തു യേശുവിനെ തന്നെ മൂലക്കല്ലായി, ക്രിസ്തു യേശു മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിഞ്ഞ് അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന്. ഒരു ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ ആണ്, ബ്ലൂ പ്രിന്റ് ആണ് നാം ഇത് കാണുന്നത്. You are built upon the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone. യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഒരു ദൈവസഭയാണ് ദൈവസഭയുടെ ബ്ലൂ പ്രിന്റ്. ഹല്ലേലൂയ. ആമേൻ. ആ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. അങ്ങനെയുള്ള ദൈവസഭയുടെ ഭാഗം, അങ്ങനെയുള്ള വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ, അത് ലഭിക്കുവാൻ, സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. So we are a prophetic church. ഈ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാം പ്രാവചനികമായി, ഇവിടുത്തെ ആരാധന prophetic ആയി. ആമേൻ. ഇവിടുത്തെ പ്രസംഗം preaching, hallelujah, prophetic preaching, prophetic teaching, prophetic ഗിഫ്റ്റുകളുടെ ഓപ്പറേഷനുകൾ, praise God, എല്ലാ നിലവാരങ്ങളിലും ഈ ഒരു ദൈവസഭ പ്രവചനാത്മാവിൽ നിറഞ്ഞ് കേന്ദ്രിതമായി നയിക്കപ്പെട്ട് അതിനാൽ നിറഞ്ഞ് കവിയുന്ന ഒരു ദൈവസഭ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ God is awakening the prophetic. Amen. A prophetic church is rising. ആ തലങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ചില ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല, നാം ഒരു prophetic ലൈഫ് സ്റ്റൈലിന്റെ ഉടമകളായി നമ്മെ കണ്ടാൽ നാം ഒരു പ്രവാചക ഗണത്തിന്റെ ഭാഗമാണ്, ഒരു പ്രവാചക സഭയുടെ ഭാഗമാണ്, ഒരു അപ്പോസ്തോലിക സഭയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ആ നിലവാരത്തിൽ ദൈവഹിതത്തെ പൂർത്തീകരിക്കുന്ന, നിവർത്തിക്കുന്ന ഒരു കൂട്ടം. ഓ ജീസസ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ ആത്മ പകർച്ച നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ, ചലിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നാൽ പെട്ടെന്ന് prophetic realm തുറന്നു വരും. 17-ാം വാക്യം വീണ്ടും ഒന്ന് വായിക്കാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഒരു ആത്മ പകർച്ചയുടെ മധ്യത്തിലാണ്
പകരുകയാണ്. Hallelujah. അങ്ങനെ പകരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഈ ആത്മ പകർച്ചയിൽ എന്താ സംഭവിക്കുന്നത്? പ്രൊഫറ്റിക് റെലം, പ്രൊഫറ്റിക് മിനിസ്ട്രി, പ്രൊഫറ്റിക് അനോയിന്റിംഗ്, പ്രൊഫറ്റിക് എൻകൗണ്ടറുകൾ, പ്രൊഫറ്റിക് എക്സ്പീരിയൻസ്, പ്രൊഫറ്റിക് ഡൈമെൻഷനുകൾ അതിന്റെ അടുത്ത തലങ്ങളിലേക്ക്, ഹയർ ഡൈമെൻഷനിലേക്ക് കയറുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അപ്പോൾ ആത്മ പകർച്ച നടന്നാൽ എന്താ സംഭവിക്കുന്നത്? അന്ത്യകാല ആത്മ പകർച്ചയിൽ എന്താ ഒരു പ്രൊഫറ്റിക് അവേക്കനിങ് സംഭവിക്കും, ഒരു പ്രൊഫറ്റിക് എക്സ്പ്ലോഷൻ സംഭവിക്കും. പ്രൈസ് ഗോഡ്. ദൈവ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ദൈവസഭയിൽ മുഴങ്ങുവാൻ ഇടയായിത്തീരും. അവിടെ പ്രവചന ശബ്ദങ്ങൾ പുറത്തു വരും, പ്രവചനങ്ങൾ പുറത്തു വരും, അവിടെ സ്വപ്നങ്ങളും ദർശനങ്ങളും. That's why we call it a prophetic awakening. ആത്മപകർച്ച നടക്കുമ്പോൾ പ്രവചനാത്മാവിന്റെ ശുശ്രൂഷകൾ അത് വർദ്ധിച്ചു വരും, അത് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം, ഈ സീസണിൽ there is going to be an increase, a multiplication, ഒരു വർദ്ധനവ് കൽപ്പിക്കുന്നു. നമ്മുടെ അനുഭവങ്ങളിൽ, നമ്മുടെ എക്സ്പീരിയൻസുകളിൽ ഒരു വർദ്ധനവ് സംഭവിക്കും. ആ പ്രൊഫറ്റിക് അനുഭവങ്ങളിൽ, ആ റെലത്തിൽ ഒരു വളർച്ച, ഒരു ഉയർച്ച, ഒരു നിറവ് സംഭവിക്കും. There will be a growing in the prophetic, a maturing in the prophetic. Everything about us will be prophetic because it is the prophetic spirit. Oh Rabba Shetele Boro Zabala Taiba Rozeba. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്ത് സകലത്തെ നിയന്ത്രിച്ച് ഗൈഡ് ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് സ്ട്രക്ചറും സിസ്റ്റം ഒക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെ അതെല്ലാം പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വത്തിനും നിയോഗത്തിനും ആ നടത്തിപ്പിനും വിധേയപ്പെട്ടിരിക്കുകയാണ്. So we are open to the direction and the guidance of the Holy Spirit. Amen. അപ്പോൾ അന്ത്യകാലങ്ങളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ആത്മപകർച്ച നടക്കുമ്പോൾ പ്രവചനാത്മാവിലുള്ള ശുശ്രൂഷകൾ, അനുഭവങ്ങൾ അത് വർദ്ധിച്ചു വരും, അത് വെളിപ്പെട്ടു വരും. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. അത് ഭൂമിയിലും ആകാശത്തിലും ദൈവത്തിന്റെ ആ മഹാപ്രസിദ്ധ ദിവസം, the great and the terrible day of the Lord എന്ന് പറയുന്ന ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പേ ഇതെല്ലാം വർദ്ധിച്ചു വരും. ആമേൻ. പ്രൊഫറ്റിക് വർദ്ധിക്കും, ഒരു പ്രൊഫറ്റിക് എക്സ്പ്ലോഷൻ സംഭവിക്കും. അപ്പോൾ തന്നെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും, അത് ഭൂമിയിലുള്ള ചെറിയ അടയാളങ്ങളല്ല, അത്ഭുതങ്ങളല്ല, സൃഷ്ടിയിൽ പോലും വെളിപ്പെട്ട് കാണുന്ന അത്ഭുതങ്ങൾ ഒരു ദേശം, ഒരു അടയാളമായി തീരുകയാണ്. കാലി, കൊളംബിയ, നിങ്ങളത് കേട്ടു, ആ വീഡിയോ കണ്ടു കാണുമായിരിക്കും. ഡ്രഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി ഭൂമിയിൽ കുപ്രസിദ്ധമായിരുന്ന ആ ഒരു ദേശം, കാലി, ഡ്രഗ് മാഫിയകൾ, ഡ്രഗ് ലോഡുകൾ, ഡ്രഗ് രാജാക്കന്മാർ, ടൺ കണക്കിന് കൊക്കൈൻ, മയക്കുമരുന്ന്, കഞ്ചാവ് ചെയ്ത് അവിടെ ആ ഡ്രഗ് ട്രാഫിക്കിംഗ് ചെയ്യുന്ന ആ സ്ഥലം പൈശാചിക പിടിയിൽ, ദാരിദ്ര്യത്തിൽ, അടിമത്തത്തിൽ കിടന്ന ഒരു ദേശം തന്നെ ഇപ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളുടെ ഒരു ചൂണ്ടുവലകയാണ്. അൽമലോക പട്ടണത്തെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. ഒരു പട്ടണം എത്ര കൃഷി ചെയ്താലും, എത്ര വിതച്ചാലും, എത്ര പ്രവർത്തിച്ചാലും ഫലം നൽകാത്ത ശാപം പിടിച്ച ഒരു നിലം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു സ്പർശനത്തിന് കീഴിൽ, ദൈവത്തിന്റെ ഒരു ചലനത്തിന് കീഴിൽ, ദൈവത്തിന്റെ ആത്മപ്രവർത്തിയുടെ ആത്മപ്രവാഹത്തിന് കീഴിൽ വന്നു അൽമലോക പട്ടണം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഫെർട്ടൈൽ ലാൻഡുകളായി. ആമേൻ. അൽമലോഗോ പട്ട ശാപത്തിൽ കിടന്ന ഈ പട്ടണം ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ, ദൈവത്തിന്റെ ഉണർവ്, ദൈവത്തിന്റെ മഹത്വം ആ ദേശത്തേക്ക് വന്നപ്പോൾ, ഹല്ലേലൂയ, ഇന്നെന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിച്ച് പറയുവാൻ പറയുന്നു. ചെങ്ങന്നൂർ പട്ടണം ഒരു കാലി പട്ടണം പോലെ, ഒരു അൽമലോഗോ പട്ടണം പോലെ ഈ പ്രൊഫറ്റിക് അവേക്കനിങ്ങിൽ, ഈ ആത്മ പകർച്ചയിൽ ഈ ദേശത്തിന്റെ അന്തരീക്ഷം, ഇതിന്റെ ആത്മ അന്തരീക്ഷം, ഹല്ലേലൂയ, ഇതിന്റെ മണ്ണ്, ഇതിന്റെ വെള്ളം, ഇവിടെ ഉള്ള സസ്യങ്ങൾ, ഇതിന്മേലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഓ റാബാശൈ ഇവിടുത്തെ ജനം മാത്രം പ്രൊഫറ്റിക് അല്ല, ഇവിടുത്തെ സഭ മാത്രം പ്രൊഫറ്റിക് അല്ല, ഈ ദേശം തന്നെ ഒരു പ്രൊഫറ്റിക് അടയാളമായി. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പാത്രങ്ങൾ ഒഴിഞ്ഞ് ദൈവത്തിന് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന, വെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന്, ഹല്ലേലൂയ, ഈ പട്ടണത്തിന്റെ സ്ഥിതിഗതികളെ, വെള്ളമായിരിക്കുന്ന ചെങ്ങന്റെ ഊരിനെ ദൈവം വീഞ്ഞാക്കി ദേശങ്ങൾക്ക് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന, അത്ഭുതമാക്കുന്ന ഒരു ദൈവ പ്രവൃത്തിയിലേക്കാണ് ദൈവം തന്റെ സഭയെ നയിക്കുന്നത്. So let's get ready. ആമേൻ. അപ്പോൾ ആത്മപകർച്ച നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഫറ്റിക് എക്സ്പ്ലോഷൻ നടക്കും. പ്രവചനാത്മാവിന്റെ ശുശ്രൂഷകൾ വർദ്ധിച്ചു വരും. പ്രവചനങ്ങൾ, സ്വപ്നങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അതെന്താ കൊണ്ടുവരുന്നത്? 21ാമത്തെ വാക്യത്തിൽ and that will bring the harvest of souls. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 21ാമത്തെ വാക്യം. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ ആത്മപകർച്ച നടക്കും എന്ന് പറയാം. ആത്മപകർച്ച നടക്കും. പ്രവചനാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ,
അടയാളങ്ങൾ അത് ഭൂമിയിലും ആത്മമണ്ഡലത്തിലും നടക്കും. ആത്മാക്കളുടെ വലിയ കൊയ്ത്ത് ഒരു പട്ടം തന്നെ ദൈവത്താൽ പിടിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒരു പ്രൊഫറ്റിക് ചർച്ചായി പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവിനോടുകൂടെ ചലിക്കുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രോഫറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രീക്ക് പദത്തിൽ പ്രോഫറ്റീസ് എന്താണ്? പ്രോഫറ്റീസ് അതിന്റെ അർത്ഥം ഒരു ദൂത് പറയുന്ന ദൂതുവാഹകൻ. Who is a prophet? A prophet is a mouthpiece of God. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഏലിയാവ് അഡ്രസ് ഇല്ല, ബാക്ക്ഗ്രൗണ്ടുകളില്ല, ആഹാബിന്റെ മുമ്പിൽ നിന്ന് കടന്നു വന്ന് താൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ് അവിടെ വലിയ ബാക്ക്ഗ്രൗണ്ടുകളില്ല. പക്ഷെ പെട്ടെന്ന് ഒരു മനുഷ്യൻ ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. And Elijah the Tishbite, who was of the inhabitants of Gilead, said to Ahab, as the Lord God of Israel liveth, before whom I stand, there shall not be dew nor rain these years, but according to my word. So who is a prophet? The one who stands in the council of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ. മനുഷ്യന്റെ ദൂതല്ല പറയുന്നത്, തന്റെ മനസ്സിൽ വരുന്ന ദൂതല്ല, തന്റെ ഹൃദയത്തിൽ താൻ പഠിച്ച് ഉളവാക്കിയ ഒരു ദൂതല്ല. ഒരു പ്രവാചകനാക്കുന്നത് എന്താ? താൻ ദൈവസന്നിധിയിൽ. ആമേൻ. ദൈവത്തിന്റെ പ്രവചനാത്മാവിന്റെ ശുശ്രൂഷകളിലേക്ക് നാം വരുമ്പോൾ എന്താണ് ഒരു പ്രവാചകൻ, എന്താണ് പ്രവചനാത്മാവ് ചെയ്യുന്നത് എന്ന് നാം പഠിക്കുകയാണ്, തിരിച്ചറിയുകയാണ്, നാം ഗ്രഹിക്കുകയാണ്. ആരാണ് ഒരു പ്രവാചകൻ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനാണ്. ദൈവ ശബ്ദം കേൾക്കുന്നവനാണ് ഒരു പ്രവാചകൻ. താൻ തന്റെ മെസ്സേജ് ഉണ്ടാക്കുകയല്ല, ദൈവം തന്നോട് പറയുന്നത്, ദൈവം ജനത്തോട് പറയുന്നത്, ദൈവം സഭയോട് പറയുന്നത്, ദൈവം ദേശങ്ങളോട് പറയുന്നത് പറയുന്ന ഒരു ദൂത് വാഹകനാണ്. Hallelujah. Who is a prophet? He is a mouthpiece of God. ദൈവത്തിന്റെ ഒരു വായാണ് പ്രവാചകൻ. ആരാണ്? ദൈവത്തിന്റെ ഒരു വായാണ്. ദൈവത്തിന്റെ ശബ്ദത്തെ കേട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു പ്രവാചകൻ. The one who hears from God and who speaks the message of God without dilution. അതിനോട് കൂട്ടിച്ചേർക്കാതെ, മിക്സ് ചെയ്യാതെ, വെള്ളം ചേർക്കാതെ, തന്റെ ചിന്തകൾ ചേർക്കാതെ കേൾക്കുന്നു, താൻ പറയുന്നു, കേൾക്കുന്നു, പറയുന്നു, കേൾക്കുന്നു, പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ. That's a holy prophet of God. Hallelujah. താൻ ദൈവ ശബ്ദം കേൾക്കുന്നു, താൻ ദൈവത്തിന്റെ ശബ്ദം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൊഫറ്റിക് റലത്തിന്റെയും പ്രൊഫറ്റിക് എക്സ്പ്ലോഷന്റെയും അടിസ്ഥാനമായി എന്താണ് ദൈവശബ്ദം, എങ്ങനെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്, നാം എങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നത്? Understanding the voice of God. ആരാണ് പ്രവാചകൻ? കുറെ ദൂതുകൾ, പേരുകൾ അല്ലെങ്കിൽ അഡ്രസ്സുകൾ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയല്ല. ദൈവത്തിന്റെ ദൂത്, ദൈവ ശബ്ദം, ദൈവത്തിന്റെ ആലോചന അതേപോലെ കേട്ട് അതുപോലെ തന്നെ. അവിടെ മനുഷ്യർ വിഷയമല്ല, മനുഷ്യരുടെ ഫീലിംഗ്സിന് വിഷയമല്ല, മനുഷ്യർ എന്ത് ചിന്തിക്കും എന്ന് വിഷയമല്ല. ആഹാബ് രാജാവിനോടാണ് ഏലിയാവ് പറയുന്നത്, രാജാവേ ഞാൻ പറയാതെ. സോ പ്രൊഫറ്റ് ദൈവത്തിന്റെ ഒരു വായായി മാറുകയാണ്. ദൈവം പറയുന്നത്, ആ വായിലൂടെ ദൈവം സംസാരിക്കുന്ന ആ തലങ്ങളിലേക്ക് താൻ കയറി നിൽക്കുകയാണ്. ആ തലങ്ങളിൽ കയറി നിൽക്കണമെങ്കിൽ he has to be holy, he has to be pure. Holy eyes, holy hands, a holy heart, a holy mind. ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ മിക്സ് ഇല്ല, അവിടെ ലോകത്തിന്റെ ജഡികമായ കാര്യങ്ങൾക്ക് അനുവാദമില്ല. That's a prophet. അതൊരു ഹൈ ഡയമെൻഷൻ ആണ്. ഈ പ്രൊഫറ്റിക് റലത്തിൽ തന്നെ 4 ലെവലുകളുണ്ട്. ഞാനൊന്ന് പറഞ്ഞ് പതുക്കെ ഈ സത്യങ്ങളിലേക്ക് നമുക്കൊന്ന് കയറാം. Hallelujah. The simple prophecy. യേശുവിന്റെ സാക്ഷ്യം എന്താണ്? The spirit of prophecy is a testimony of Jesus. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോസ്തലനായ യോഹന്നാൻ ഒരു ദൂതനാണ് തനിക്ക് വരുവാനുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. അത്ര വലിയ ഭയങ്കരനായ വിസ്മയിക്കുന്ന അത്ര വലിയ ദൈവത്തിന്റെ ഒരു സൃഷ്ടിപ്പാണ് ഒരു ദൂതൻ. ആ ദൂതന്റെ മുമ്പിൽ അപ്പോസ്തലനായ യോഹന്നാൻ ആ ശോഭയും മഹത്വവും കണ്ടപ്പോൾ താൻ കമന്ന് വീഴുവാൻ തുടങ്ങിയപ്പോൾ ആ ദൂതൻ പറയുകയാണ്, യെസ്. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൂതൻ പറയുകയാണ്, ഞാനൊരു സഹഭൃത്യന, നിന്നോടുകൂടെ ഈ ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികൾ ഭൂമിയിൽ നിവർത്തിച്ചെടുക്കുവാൻ ഞാനൊരു സഹഭൃത്യനാണ്. യെസ്. ദൈവത്തെ നമസ്കരിക്കുക,
യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. The testimony of Jesus is spirit of prophecy. യേശുവിന്റെ ആത്മാവ്, യേശുവിന്റെ സാക്ഷ്യം പ്രവചനത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ, ആമേൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് കയറാം. പ്രൊഫറ്റിക് റലത്തിന്റെ 4 തലങ്ങൾ, പ്രൊഫറ്റിക് ഡയമെൻഷൻ മിനിസ്ട്രിയുടെ 4 തലങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയണം. ഒരു പ്രൊഫറ്റിക് മൂവിലാണ്, ഒരു പ്രൊഫറ്റിക് അവേക്കണിംഗിലാണ്, പ്രാവചനികമായിട്ടുള്ള ദൈവ പ്രവർത്തികളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളിലും, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ നൈപുണ്യം പ്രാപിച്ച ഒരു സഭയാണ്. പക്ഷെ അവിടെ ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ, വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, കലഹങ്ങൾ, വഴക്ക്, അടി, അതിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ, അവിടെ ഒരു ക്രമം കൊണ്ടുവരുവാൻ പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നമുക്ക് വായിക്കാം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുക. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പ്രവചനാത്മാവ് പ്രൊഫറ്റിക് മിനിസ്ട്രിയിലേക്ക്, പ്രവചനാത്മാവിൽ ശുശ്രൂഷിക്കുവാൻ, പ്രവാചകന്റെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ അതെല്ലാവർക്കും അനുവാദമില്ല. ചില തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ആ ഓഫീസിൽ അല്ലെങ്കിൽ ആ ശുശ്രൂഷകൾ, പ്രവാചകന്റെ ശുശ്രൂഷയും ആ പ്രവാചകന്റെ ടീമിലായിരിക്കുവാൻ കഴിയുകയുള്ളൂ. വിളിക്കപ്പെട്ട ചുരുക്കം ആൾക്കാർക്ക് ചില രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചക അഭിഷേകം, ഡിഫറെന്റ് ഓഫീസുകൾ, ഡിഫറെന്റ് ശുശ്രൂഷകൾ, എല്ലാവർക്കും എല്ലാ ശുശ്രൂഷയും ചെയ്യുവാൻ കഴിയുകയില്ല. ചിലർക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രാജാവാണെങ്കിൽ, രാജകീയ അഭിഷേകത്തിലാണെങ്കിൽ ആ അഭിഷേകം മാത്രം ചലിക്കും. പൗരോഹിത്യ അഭിഷേകമാണെങ്കിൽ ആ പുരോഹിത അഭിഷേകം മാത്രം, പ്രാർത്ഥനയുടെ അഭിഷേകം മാത്രം, പ്രവാചക അഭിഷേകമാണെങ്കിൽ ആ അഭിഷേകം മാത്രം. പക്ഷെ പുതിയ നിയമത്തിൽ ദൈവം എന്താ ചെയ്തത്? സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം പകർന്ന് വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പ്രവചനത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവം ആക്കി വെച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന്റെ കൃപകളിലും കൃപാവരങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുവാൻ, ചലിക്കുവാൻ ദൈവം അങ്ങനെ അനുഗ്രഹിച്ച് തന്റെ സഭയെ ഒരു പ്രൊഫറ്റിക് ചർച്ചാക്കി മാറ്റി. ആമേൻ. ചിലര് പ്രവചന ശുശ്രൂഷ ചെയ്യുന്നു, അല്ല, എല്ലാവർക്കും ഈ പ്രവചന ശുശ്രൂഷയിലേക്ക്, ഈ പ്രൊഫറ്റിക് മിനിസ്ട്രിയിലേക്ക്, ഈ പ്രൊഫറ്റിക് അനോയിന്റിംഗിലേക്ക് ദൈവം എല്ലാവരെയും, ആമേൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രവചിക്കാം. എല്ലാവർക്കും പ്രവചനാത്മാവിനാൽ സ്പർശിക്കപ്പെടാം. പ്രവചനാത്മാവിൽ, പ്രവാചക അഭിഷേകത്തിൽ, പ്രൊഫറ്റിക് അനോയിന്റിംഗിന്റെ കീഴിൽ വരാം. ആമേൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സ്നേഹം ആചരിക്കണം. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ പിന്നെ വേർതിരിവുകളില്ല, അവിടെ പിന്നെ കോമ്പറ്റീഷനുകളില്ല, ഒരാളുടെ പുറത്ത് കയറാനുള്ള ശ്രമമില്ല, ഒരാളെ വലിച്ചിടാനായിട്ടുള്ള ശ്രമമില്ല. സ്നേഹത്തിന്റെ ഈ വലിയ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, പിന്നെന്താണ്? ഡിസയർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീയവരങ്ങൾ. ആ കരം ഉയർത്തി പറയാം, ആത്മീയവരങ്ങൾ. ഡിസയർ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കവറ്റ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഭയങ്കര കൊതിയോടെ നിങ്ങൾ വാഞ്ചിക്കണം. മാൻ നീർത്തോടിനായി വാഞ്ചിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളം ദൈവത്തിന് വാഞ്ചിക്കുന്നത് പോലെ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ച വാക്കതാ ഡിസയർ എന്ന് പറയാം. ഡിസയർ, ആഗ്രഹിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. ദൈവത്തെ വാഞ്ചിക്കുന്നത് പോലെ, ദൈവത്തിൽ നിന്ന് ഒഴുകുന്ന ദൈവത്തിന്റെ കൃപകളെയും കൃപാവരങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? നാം വാഞ്ചിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ എന്താ വാഞ്ചിക്കേണ്ടത്? എന്താ ആഗ്രഹിക്കേണ്ടത്? എന്താണ് നിങ്ങൾ പിന്തുടരേണ്ടത്? എന്താണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്? എന്താണ് പർസ്യൂ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രവചന വരം നിങ്ങൾ വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. ഹല്ലേലൂയ. പെട്ടെന്ന് ആ 4 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. യെസ്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കും. അപ്പോൾ കൊരിന്ത്യ സഭ അന്യഭാഷകളിൽ ഭയങ്കര മുമ്പോട്ടാണ്. അന്യഭാഷകളിൽ ഭയങ്കര സംസാരം, ഭയങ്കര ആ ഹൈ തലത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആമേൻ. പക്ഷെ പ്രവചനത്തിന്റെ ആ തലത്തിൽ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. ആ കുറവ് നികത്തുവാൻ അവരെ വീണ്ടും പ്രബോധിപ്പിച്ച്, അവരെ പണിഞ്ഞെടുത്ത്, അവരെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ തലത്തിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്ന പോലെ തന്നെ, ആ കൃപാവരത്തിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ, നിങ്ങൾ പ്രവചനത്തിന്റെ ആ വരത്തിൽ പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും, ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും, വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. ഓ, നോക്കിയേ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് എല്ലാവരും, പ്രായവ്യത്യാസമില്ലാതെ, കുഞ്ഞുങ്ങള്, യൗവനക്കാർ, മുതിർന്നവർ, ശുശ്രൂഷകന്മാർ, എല്ലാവരും. പൗലോസ് അപ്പോസ്തലൻ പറയുക, കൊരിന്ത്യ സഭാ മക്കളെ, ഇന്ന് അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ച് മക്കളെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും
നാം പ്രവചിക്കണം. അന്യഭാഷകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകളും കൃപാവരങ്ങളിലും നാം വർദ്ധിച്ചു വരണം. അതിന് കാരണം എന്താണ്? എന്തിനാണ് നിങ്ങൾ പ്രവചിക്കേണ്ടത്? അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ താൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. യെസ്. വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. He that speaketh in an unknown tongue edifieth himself, but he that prophesieth edifieth the church. Hallelujah. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നാം പ്രവചിക്കുമ്പോൾ നാം ദൈവസഭ എന്ത് ചെയ്യുക? നാം പണിതെടുക്കുക. എങ്ങനെ പണിതെടുക്കുക? വിശുദ്ധിയിൽ. Hallelujah. ഈ പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ ഉദ്ദേശം എന്താണ്? The purpose of the prophetic ministry. എന്തിനാണ് ദൈവം പ്രവാചക ശുശ്രൂഷ ദൈവം വെച്ചിരിക്കുന്നത്, പ്രവചനാത്മാവിനെ വെച്ചിരിക്കുന്നത്? ഒത്തിരി കാരണങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയാം പണിയപ്പെടണം. Hallelujah. വിശുദ്ധിയിൽ. ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്, ക്രിസ്തുവിന്റെ ടെസ്റ്റിമണിയാണ്, ക്രിസ്തുവിന്റെ സ്വഭാവം. ആ ടെസ്റ്റിമണിയാണ് പ്രവചനത്തിന്റെ ആത്മാവ്. ക്രിസ്തു വെളിപ്പെടണം. ഒരു പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ അവസാനം ആ വ്യക്തിയിൽ, ആ കൂട്ടത്തിൽ, ആ സഭയിൽ ക്രിസ്തു വെളിപ്പെട്ടില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെട്ടില്ലെങ്കിൽ, അവർ വീണ്ടും ദൈവത്തോട് അടുത്തില്ല എങ്കിൽ, അവർ വീണ്ടും ദൈവ ശബ്ദത്തിലേക്ക് അവരുടെ കാത് ചായ്ക്കുന്നില്ല എങ്കിൽ, that means ആ പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്. That may not be a true prophetic ministry. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആഗ്രഹിക്കുകയാണ്, എല്ലാവരും ഇന്ത്യ ഭാഷയിൽ സംസാരിക്കുന്ന പോലെ തന്നെ എല്ലാവരും പ്രവചിക്കണം. എല്ലാവരും പ്രവചിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവസഭയ്ക്ക് ഒരു ആത്മീയ വർധനവ് സംഭവിക്കും. 39ാമത്തെ വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 39ാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ പ്രൊഫറ്റിക് മീറ്റിങ്ങുകളും കോൺഫറൻസുകളും അങ്ങനെ ഒരു വേദി, അങ്ങനെ ഒരു വിരുന്ന് ഒരുക്കുന്നത് ഈ ദൈവസഭയിലുള്ള ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും പ്രവചനാത്മാവിൽ പിടിക്കപ്പെടുവാനും പ്രവചിക്കുവാനും പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പറയുന്നവരായി തീരുവാൻ. ആരാണ് ഒരു പ്രവാചകൻ? ദൈവത്തിന്റെ ശബ്ദം കേട്ട് പറയുന്ന ഒരു വ്യക്തിയായി. അതുകൊണ്ട് പ്രവചനപരം ആ കരമുയർത്തി. നമ്മൾ ദൈവത്തെ വാഞ്ചിക്കുന്നവരാണ്, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, നാം ദൈവത്തെ കൊതിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുകയാണ്, നാം കൃപകൾക്കും കൃപാവരകൾക്കും വേണ്ടി നാം വാഞ്ചിക്കണം. ഹല്ലേലൂയ. ഇത് ആയുധങ്ങളാണ് ദൈവസഭയുടെ പണിക്ക് വേണ്ടി, ദൈവസഭയുടെ മുന്നേറ്റത്തിന് വേണ്ടി, ടെറിട്ടറികളെ പിടിച്ചടക്കുവാൻ, ജനത്തെ അന്ധകാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ. ഇത് കളിപ്പാട്ടങ്ങളല്ല. These are not toys. Spiritual gifts are not toys. They are tools in the hands of a believer. Hallelujah. അതുകൊണ്ട് തന്നെ എല്ലാ കൃപാവരങ്ങളിലും നാം വർദ്ധിച്ചു വരണം, പെരുകി വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പ്രവചനവരം വാഞ്ചിക്കണം. ഹല്ലേലൂയ. പ്രവചനം എന്താണ്? പ്രവചനം, പ്രൊഫസി. പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉത്തേജനത്താൽ, അണ്ടർ ദി ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, നാം ഒരു കാര്യത്തെ നാം പറയുമ്പോൾ അതൊരു പ്രവചനമാണ്. അതിൽ നാം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഇൻസ്പയർ ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് ഉത്തേജിപ്പിക്കുന്നത് നാം സംസാരിക്കുന്നത്. സിമ്പിൾ പ്രൊഫസി. ഹല്ലേലൂയ. ഈ പ്രൊഫറ്റിക് റളത്തിന് 4 തലങ്ങളുണ്ട്. ഒന്ന്, സിമ്പിൾ പ്രൊഫസി. എല്ലാവർക്കും നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നാം പരിശുദ്ധാത്മാവിനോട് കണക്ട് ചെയ്താൽ നാം ദൈവത്തിന്റെ പ്രൊഫറ്റിക് അരുളപ്പാടുകളെ, അട്രൻസസുകളെ പറയുവാൻ ദൈവം ഓരോരുത്തരെയും പ്രാപ്തരാക്കും. That's a simple prophetic gift operation. അതിനകത്ത് വലിയ സ്വപ്നങ്ങളില്ല, വെളിപ്പാടുകളില്ല, വലിയ ദർശനങ്ങളില്ല. പക്ഷേ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു കാര്യം പറയുകയായിരിക്കും, ഒരാളോട് സംസാരിക്കുകയായിരിക്കും. പക്ഷെ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് പ്രവചനാത്മാവിന് നാം ഒന്ന് കീഴ്പ്പെട്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നാം പോലും അറിയാതെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, the simple gift of prophetic utterances, the simple prophecy. Hallelujah. Amen. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുകയായിരിക്കും, പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഒരു ഇംപ്രഷൻ, നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം തരികയാണ്, ഒരു വാക്ക് തരികയാണ്, ഒരു ആലോചന തരികയാണ്. ഒരു ദൈവ ശബ്ദം പോലെ, ഒരു ദൈവിക ഇടപെടൽ പോലെ നാം ദൈവത്തിൽ നിന്ന് കേൾക്കുകയാണ്. ആമേൻ, ആമേൻ. നാം അത് ചിന്തിച്ചതല്ല, നാം അത് ഓർത്തതല്ല, നാം മുമ്പേ അത് കണക്കൂട്ടി പറയാൻ പ്ലാൻ ചെയ്തതല്ല. പക്ഷേ എന്തോ നാം പ്രാർത്ഥിച്ച സമയത്ത് പ്രൊഫറ്റിക് പ്രീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താ? നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തുറക്കുമ്പോൾ നാം തയ്യാറാക്കിക്കൊണ്ടുവന്ന 4 പോയിന്റുകൾ മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ, സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കുന്ന ഒരു തലം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രൊഫറ്റിക് പ്രവചനാത്മാവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷിക്കുവാൻ, നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുവാൻ, മറ്റുള്ളവരുടെ ഗുണത്തിന്, ഗുണീകരണത്തിന്, ഉപയോഗത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെടാം. ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാം. ഹല്ലേലൂയ. ദ സിമ്പിൾ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി. ആമേൻ. രണ്ടാമത്തെ തലമാണ് ദ പ്രൊഫറ്റിക് ഗിഫ്റ്റ്സ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ജ്ഞാനത്തിന്റെ വാക്കുകൾ, പരിജ്ഞാനത്തിന്റെ വാക്കുകൾ, ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫറ്റിക് ഗിഫ്റ്റുകൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, പ്രാവചനികമായിട്ടുള്ള വെളിപ്പാടുകൾ. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്ന് പ്രവചനാത്മാവിന്റെ കീഴിലായിരിക്കുമ്പോൾ ഈ പ്രൊഫറ്റിക് anointing-ൽ, ഈ പ്രൊഫറ്റിക് ഔട്ട്പോറിംഗിൽ എന്താ സംഭവിക്കുന്നത്?
പെട്ടെന്ന് നാം സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങും. അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും അവർ പ്രവചിക്കും, അവർ ദർശനങ്ങളെ കാണും, അവർ സ്വപ്നങ്ങളെ കാണും, അവർ പ്രവചിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ തലം എന്ന് പറയുമ്പോൾ ഒരു ഹയർ ലെവലിലേക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവത്തിന്റെ പ്രാവചനികമായിട്ടുള്ള ആ ഇംപ്രഷനുകൾ, ആ ശബ്ദം കേൾക്കുന്നു, അത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ തന്നെ സാധാരണയേക്കാൾ അപ്പുറമായി സ്വപ്നങ്ങൾ കാണുന്നവർ, ദർശനങ്ങൾ കാണുന്നവർ, വെളിപ്പാടുകൾ കാണുന്നവർ, അത് രണ്ടാമത്തെ തലമാണ്. ദ പ്രൊഫറ്റിക് ഗിഫ്റ്റിന്റെ ആ ഒരു തലം, ദ സെക്കൻഡ് ലെവൽ. ചിലരെ ദൈവം ആ തലത്തിലേക്ക്, ആദ്യത്തെ സാധാരണ ആ സിമ്പിൾ പ്രൊഫറ്റിക് തലത്തിൽ നിന്ന് രണ്ടാമത്തെ പ്രൊഫറ്റിക് ഗിഫ്റ്റുകളിൽ കുറച്ചും കൂടെ നൈപുണ്യം പ്രാപിച്ച് അവർ ആ തലത്തിൽ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്ന അങ്ങനെ ഒരു തലം. മൂന്നാമത്തെ തലമാണ് ഹല്ലേലൂയ ഈ പ്രൊഫറ്റിക് ഗിഫ്റ്റുകളെ, വെളിപ്പാടുകളെ, ദർശനങ്ങളെ, സ്വപ്നങ്ങളെ, ദൈവത്തിന്റെ പ്രൊഫറ്റിക് ഇംപ്രഷനുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരെ അടുത്ത ശുശ്രൂഷയുടെ ഒരു തലത്തിലേക്ക്, ഒരു ടീമിന്റെ ഭാഗമായി, ഒരു ടീമിന്റെ കൂട്ടമായി ദൈവദാസന്മാർ അവരെ അംഗീകരിക്കുന്ന, അവരെ ഓർഡൈൻ ചെയ്ത, അവർക്ക് ഒരു കൈവെപ്പ് കൊടുത്ത് അവരുടെ മേൽ ഒരു പ്രൊഫറ്റിക് ഗിഫ്റ്റ് ഓപ്പറേഷൻ ഉണ്ട് എന്ന് അത് തിരിച്ചറിഞ്ഞ് അവരെ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷകനാക്കി മാറ്റുന്ന ഒരു മൂന്നാമത്തെ തലം. അവര് പ്രവാചകന്മാരല്ല, അവർ പ്രൊഫറ്റിക് ഗിഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരാണ്. അപ്പോൾ സാധാരണ പ്രവചനത്തിന്റെ ആ തലത്തിൽ നിന്ന് കുറച്ചും കൂടെ പ്രൊഫറ്റിക് ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ തലം, അതിൽ നൈപുണ്യം പ്രാപിക്കുന്നവർ മൂന്നാമത്തെ തലത്തിലേക്ക് അവർ പ്രൊഫറ്റിക് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള രീതിയിൽ, പക്ഷെ അവർ ടീമിന്റെ ഭാഗമാണ്, അവർ അധികാരത്തിന് വിധേയപ്പെടുകയാണ്, ദ പ്രൊഫറ്റിക് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഒരു സഭായോഗം നടക്കുമ്പോൾ അതുപോലെ ദൈവത്തിന്റെ ആലോചനകൾ, അരുളപ്പാടുകൾ, ദൈവശബ്ദം, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, വെളിപ്പാടുകൾ പ്രാപിക്കുന്ന പ്രൊഫറ്റിക് മിനിസ്റ്റേഴ്സ് അവർ എഴുന്നേറ്റ് നിന്ന് അവർ ദൈവത്തിന്റെ ആലോചനകളും ദൂതുകളും ദൈവശബ്ദവും ദൈവസഭയ്ക്ക് കൊണ്ടുവരുവാൻ, പക്ഷെ അവര് പ്രവാചകന്മാരല്ല. നാലാമത്തെ തലമാണ് the fourth level, the office of the prophet. ഓഫീസിൽ നിൽക്കുന്നവർ അവർ വെളിപ്പാടുകൾ കാണുന്നു, അവർ സ്വപ്നങ്ങൾ കാണുന്നു, അവർ പ്രൊഫറ്റിക് ഇംപ്രഷനുകൾ പ്രാപിക്കുന്നു. അതെല്ലാം അവരുടെ വിളിയുടെ ആദ്യ പാഠങ്ങളാണ്. അവർ ഗിഫ്റ്റ് ഓപ്പറേഷനുകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവചനാത്മാവിലുള്ള ഗിഫ്റ്റുകളുടെ ഒരു ഹയർ ഡയമെൻഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ ആ ഗിഫ്റ്റുകൾ ഇന്ന് ദൈവസഭയിൽ, ആഗോള സഭകളിൽ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ രണ്ടാമത്തെ ലെവലിലുള്ളവരെയും മൂന്നാമത്തെ ലെവലിലുള്ളവരെയും നാം പ്രവാചകന്മാരെന്ന് വിളിക്കും. അവർ പേര് വിളിക്കുന്നു, അഡ്രസ് പറയുന്നു, രണ്ട് ദൂത് പറയുന്നു, രണ്ട് വെളിപ്പാട് പറയുന്നു. പെട്ടെന്ന് നമ്മൾ പ്രോഫറ്റ് സോ ആൻഡ് സോ അല്ല, അവര് പ്രവചനാത്മാവിൽ ശുശ്രൂഷിക്കുന്ന പ്രൊഫറ്റിക് മിനിസ്റ്റേഴ്സ് ആണ്. അവര് ദൈവത്തിന്റെ വചനം, പുതിയ നിയമ പ്രവാചകന്മാരുടെ ആ ഓഫീസിൽ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഈ പഠിപ്പീര്, ഈ ഉപദേശം നമ്മെ ഒന്ന് സൂക്ഷിക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ എന്ത് പ്രവചനങ്ങളാണ് സ്വീകരിക്കുന്നത്, എന്ത് ദർശനങ്ങളാണ് സ്വീകരിക്കുന്നത്, ആര് പറയുന്ന കാര്യങ്ങൾക്ക് എത്ര വില കൊടുക്കണം, എങ്ങനെ അതിനെ വിവേചിക്കണം, എങ്ങനെ അതിനെ ദൈവശബ്ദത്തെ തിരിച്ചറിയണം എന്ന് നാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. സോ നോട്ട് എവരിബഡി, ഈ കൃപാവരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവരും, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടുകൾ പറയുന്ന എല്ലാവരും പ്രവാചകന്മാരല്ല. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 Corinthians chapter 12 verse 20. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിയുള്ള വരമുണ്ടോ? എല്ലാവരും ചോദ്യം, എല്ലാവരും അപ്പോസ്തലന്മാരോ? അല്ല, എല്ലാവരും അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തോലിക വിളി ലഭിച്ച ചിലരുണ്ട്. ആമേൻ. അവരെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടു, അതിനുവേണ്ടി ദൈവം അവരെ വേർതിരിച്ചു, ആ ഓഫീസിലേക്ക് ദൈവം അവരെ ആക്കുന്നു. അപ്പോൾ ദൈവസഭയിൽ ചില ശുശ്രൂഷകളെ ദൈവം വേർതിരിച്ച് അവരെ പ്രവാചക ഓഫീസിലേക്ക്. വരും ദിവസങ്ങളിൽ ആരാണ് ഒരു ട്രൂ പ്രോഫറ്റ്, ഒരു യഥാർത്ഥ പ്രോഫറ്റ് ആരാണ്? ഹു ഈസ് എ ട്രൂ പ്രോഫറ്റ്? ആരെയാണ് നമുക്കൊരു പ്രവാചകൻ എന്ന് വിളിക്കുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ എല്ലാവരും പ്രവാചകന്മാർ അല്ല എങ്കിൽ തന്നെ ദൈവസഭയിലുള്ള എല്ലാവർക്കും പ്രവചനാത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ, ശുശ്രൂഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, പ്രസംഗിക്കുവാൻ എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ ആ പ്രൊഫറ്റിക് തലങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കയറ്റുകയാണ്. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? കർത്താവേ, ദൈവത്തിന്റെ ഈ കൃപകളും കൃപാവരങ്ങളും, പ്രത്യേകിച്ച് ഈ പ്രൊഫറ്റിക് അവേക്കണിംഗിൽ, ഈ പ്രൊഫറ്റിക് എക്സ്പ്ലോഷനിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് ഒന്ന് കയറുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ആരാണ് ഒരു പ്രവാചകൻ? ഏലിയാവ് എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവം സംസാരിക്കുന്നത് കേട്ട് ദൈവ ശബ്ദം വിളിച്ചു പറയുന്നവനാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ. That's a true prophet. Amen. Praise God. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ദൈവസഭകൾക്ക്, 7 സഭകൾക്ക് ദൂതയക്കുമ്പോൾ ഓരോ സഭകൾക്ക് വേണ്ടിയുള്ള ദൈവിക ആലോചനയ്ക്ക് അവസാനം പറയുന്ന ഒരു വാക്കാണ്. 7 പ്രാവശ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ അത് ആവർത്തിച്ചിരിക്കുന്നത്. The book of Revelation chapter 2 verse 7. 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നോക്കിയേ, വെളിപ്പാട് ബൈബിളിന്റെ അവസാന പുസ്തകത്തിൽ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു നേരിട്ട് യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്ന വാക്കുകളാണ്. 7 നിലവിളക്കുകളുടെ മധ്യത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. മാറത്ത് പൊൻകച്ചണിഞ്ഞ് യേശു യോഹന്നാൻ അപ്പോസ്തലനെ വെളിപ്പെടുകയാണ്.
ഈ ദൂതുകൾ കൈമാറുകയാണ്. ഹല്ലേലൂയ. എഫേസസ് ആ സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതിന്റെ അവസാനം. വീണ്ടും ആ വാക്യം ഒന്ന് വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് ഒന്ന് പറയാം. ആത്മാവ് പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത സഭയോട് 17-ാമത്തെ വാക്യത്തിൽ ഒരു ദൂത് പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 17-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 7 പ്രാവശ്യമാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം, 17-ാം വാക്യം, 29-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 13-ാം വാക്യം, 22-ാം വാക്യം. ഇവിടെ എല്ലാം 7 പ്രാവശ്യം. 7 എന്തിനെയാ കാണിക്കുന്നത്? 7 പൂർണ്ണതയെ കാണിക്കുന്നത്. ദൈവസഭയുടെ കർത്താവായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, സഭകളോട് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാം പ്രവചനത്തിന്റെ കൃപാവരങ്ങളിലും പ്രവചനത്തിന്റെ ആത്മാവിലും പ്രവചനത്തിന്റെ അഭിഷേകത്തിലും പ്രൊഫറ്റിക് അനോയിന്റിംഗിലും ഈ റലത്തിൽ നമുക്ക് കയറണമെങ്കിൽ എന്താണ് അനിവാര്യം? ദൈവശബ്ദം കേൾക്കുവാനും അത് തിരിച്ചറിയുവാനും അത് വിവേചിക്കുവാനും അതനുസരിക്കുവാനും തയ്യാറായിട്ടുള്ള വ്യക്തികൾക്കാണ് പ്രൊഫറ്റിക് റലത്തിലേക്ക് കയറുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, ദൈവസഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു പ്രൊഫറ്റിക് റലത്തിലേക്ക് നിങ്ങൾക്ക് വളരണമോ? ഒരു പ്രൊഫറ്റിക് അഭിഷേകത്തിൽ നിങ്ങൾക്ക് ഉയരണമോ? ആ തലത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വായായി, ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ അരുളപ്പാടുകൾ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ ചെവികൾ തുറന്നിരിക്കട്ടെ. You must hear the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. എത്ര പേര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെ? ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നവർ ആ കരകളേക്ക് ഒന്ന് വീശി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ദൈവ ശബ്ദം കേൾക്കുന്നവരായി, ദൈവത്തിന്റെ ഇടപെടലുകൾ അനുഭവിക്കുന്നവരായി, വ്യക്തിപരമായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ ദൈവത്തിന് ദൂതുകളെ തരുവാൻ, നൽകുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ചെവിയുള്ളവൻ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് എന്താ വേണ്ടത്? If we have to listen the voice of God, you must have a hearing ear. Prophetic റലത്തിൽ മൂവ് ചെയ്യണമെങ്കിൽ, ഈ അഭിഷേകത്തിൽ ചലിക്കണമെങ്കിൽ, ഈ തലത്തിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ, you must have a hearing ear. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, അത് പിടിച്ചെടുക്കുവാൻ, അതനുസരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്തിനാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ആ God is a speaking God. ആ God is a talking God. ആ കരമുയർത്തി നമുക്ക് വീണ്ടും പറയാം. നമ്മുടെ ദൈവം ആരാണ്? ഒരു മിണ്ടാ പ്രാണിയല്ല, മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല, വ്യക്തിത്വമല്ല, കണ്ണുണ്ടായിട്ടും കാണാത്തതും, ചെവിയുണ്ടായിട്ട് കേൾക്കാത്തതും, വായുണ്ടായിട്ടും സംസാരിക്കാത്ത ഒരു ദൈവമല്ല. ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ദൈവശബ്ദം. നമ്മൾ എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്, തിരിച്ചറിയുന്നത്? 3 ശബ്ദങ്ങളാണുള്ളത്. 1 ദൈവശബ്ദം, 2 പൈശാചിക ശബ്ദം, 3 മാനുഷിക ശബ്ദം. 1 is a voice of God, 2nd is a devilish voice, 3rd is a human voice. നമ്മുടെ സ്വയമായിട്ടുള്ള ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യരുടെ ശബ്ദമായിരിക്കാം. 3 different voices. ഇന്ന് അനേകർ ദൈവശബ്ദം കേൾക്കുന്നില്ല. ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിലും ആ ശബ്ദത്തിനനുസരിച്ച് ചലിക്കുവാൻ കഴിയുന്നില്ല. ഇത് ദൈവശബ്ദമാണോ? അവരുടെ ജീവിതത്തെക്കുറിച്ച്, വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ചുറ്റും ഒത്തിരി ശബ്ദങ്ങളാണ്. നാം ജീവിക്കുന്ന ഈ ലോകം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ബിസി. രാവിലെ തൊട്ട് രാത്രി വരെ നമ്മളെ ബിസിയാക്കി കളയുന്ന, നമ്മളെ ഓരോ ജോലിയായിരിക്കാം, നമ്മുടെ വീട്ടിലെ കുടുംബത്തിന്റെ വിഷയങ്ങളായിരിക്കാം, ഓരോ കാര്യത്തിൽ നമ്മെ കെട്ടിയിടുന്ന, ബിസിയാക്കുന്ന. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആ സ്ഥലത്തേക്ക് നാം അടുത്ത് വേണം. You have to come near the source. നമ്മുടെ ചുറ്റും ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉള്ളപ്പോൾ, ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടുമ്പോൾ, ഒത്തിരി വിഷയങ്ങളും പ്രശ്നങ്ങളാൽ നാം പിടിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ഇത് എളുപ്പ വഴി എന്താ? നമുക്കൊരു പ്രവാചകന്റെ അടുത്തേക്ക് പോയേക്കാം, അല്ലേ? ആരെങ്കിലും ദൂത് പറയുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയേക്കാം, അവരൊന്ന് തലേ വെച്ച് എന്തെങ്കിലും പറയട്ടെ. അല്ല, പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല ദൈവത്തിന്റെ പ്രമാണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വസിപ്പിച്ച്, പ്രവചനാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പ്രവാചക ശുശ്രൂഷകളെയും പ്രവാചക അഭിഷേകവും എല്ലാം ദൈവം തന്നിരിക്കുന്നത് നാം കേൾക്കുന്ന ദൈവശബ്ദം അത് ശരിയാണോ എന്ന് ഉറപ്പിക്കുവാൻ, അതിനെ കൺഫേം ചെയ്യുവാൻ ആവശ്യമുണ്ടെങ്കിൽ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഒരു പ്രവാചക ശബ്ദത്തെ അയച്ച്
നമ്മോട് ഇടപെടുന്ന ഒരു ദൈവീക ക്രമമാണ്, ഒരു പ്രമാണമാണ് ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കും, കർത്താവേ അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ശബ്ദം നാം കേട്ടാൽ, നാം നേരിടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, വിഷയങ്ങളുടെ മധ്യത്തിൽ നാം സമയങ്ങളെ ഒന്ന് വേർതിരിച്ച് മറിയ ചെയ്തതുപോലെ യേശുവിന്റെ കാൽ കീഴിൽ ഒന്ന് ഇരുന്ന് നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുത്താൽ, ഒന്ന് മുറിയടച്ച്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രവചനാത്മാവിൽ നമുക്ക് മുന്നേറണമെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ വെളുപ്പിനെ ഞാൻ ഒരു ശബ്ദം കേട്ടു. സ്തോത്രം. ആക്കോറിന്റെ താഴ്വരകളിലേക്ക് ഞാൻ എന്റെ ജനത്തെ കൊണ്ടുപോകും. ഹല്ലേലൂയ, സ്തോത്രം. പ്രയാസത്തിന്റെയും പ്രശ്നത്തിന്റെയും താഴ്വരകളെ ഞാൻ പ്രത്യാശയുടെ താഴ്വരകളാക്കി ഞാൻ മാറ്റുവാനാണ്. എന്റെ ജനത്തെ ഞാൻ ആക്കോറിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. ആമേൻ. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ദൈവം സംസാരിക്കുന്നു. ആ ഗോഡ് ഈസ് എ ടോക്കിംഗ് ഗോഡ്. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള എത്ര പേര് കൃത്യമായ ദൈവശബ്ദം കേൾക്കുന്നു? വളരെ കുറച്ച്. നമ്മുടെ യൗവനക്കാരിൽ നിന്ന് എത്ര പേർക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും? എത്ര വർഷം ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു? വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ വളരെ ബോൾഡായിട്ട് പ്രാഗൽഭ്യത്തോടെ ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു, ഞാൻ ദൈവശബ്ദം കേട്ടു. ഈ ദിവസങ്ങളിൽ ഈ പ്രൊഫറ്റിക് റലം ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഈ അഭിഷേകം പകരുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും പ്രവചനങ്ങൾക്ക് വേണ്ടിയല്ല, ചില ദൂതുകൾ പറയുവാനല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി, ഹല്ലേലൂയ, ആ തലം മാറി നാം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിന്റെ ചാലുകളായി തീരുവാൻ. ഹല്ലേലൂയ. So we must hear the voice of God. ദൈവം എങ്ങനെയാ സംസാരിക്കുന്നത്? ദൈവം എന്തിനാണ് നമ്മളോട് സംസാരിക്കുന്നത്? ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം, സ്തോത്രം, പണ്ട് പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, പിതാക്കന്മാരോട് അരുളി ചെയ്തു അല്ലെങ്കിൽ സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. സ്തോത്രം. പണ്ട് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ ദൈവം അയച്ചു. അവർ ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ ആലോചന പറഞ്ഞെങ്കിൽ, അന്ത്യനാളുകളിൽ പുതിയ നിയമസഭയിൽ യേശുവാണ് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ദൈവശബ്ദം യേശുവാണ്. ആമേൻ. വചനം ജഡമായി തീർന്നു, നമ്മുടെ മധ്യത്തിൽ പാർത്തു. ആദിയിൽ വചനം ഉണ്ടായി, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു. അന്ത്യനാളുകളിൽ ദൈവം എങ്ങനെയാ സംസാരിക്കുന്നത്? യേശു, യേശു, യേശു എന്ന് പറയാം. യേശു. ആമേൻ. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആശയവിനിമയം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ഇടപെടുന്ന ദൈവമാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 മനുഷ്യന്റെ സ്വന്തം സ്വരൂപത്തിൽ ദൈവം സംസാരിക്കുന്ന ദൈവമായതുകൊണ്ട് ദൈവം നമ്മളെയും മനുഷ്യനെയും സംസാരിക്കുന്ന ജീവികളാക്കി. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദം ഹവ്വ ദമ്പതിമാരെ ദൈവമാക്കി. അത് കഴിഞ്ഞ് ദൈവം എന്ത് ചെയ്തു? എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ദൈവം വന്ന് ആദാമിനോടും അവയോടും കൂട്ടായ്മ കൂടി സംസാരിക്കുകയും ദൈവിക ആലോചനകൾ അറിയിക്കുകയും ദൈവത്തിന്റെ ഹൃദയം പകരുകയും. നമ്മുടെ ദൈവം ആരാണ്? ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അപ്പോൾ എന്തിനാണ് ദൈവം സംസാരിക്കുന്നത്? ഒന്ന്, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട്, നാം ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട്, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്, നാം അവന്റെ പുത്രന്മാരും പുത്രിമാരായതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ നമ്മുടെ അപ്പൻ, നമ്മുടെ ദൈവം കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മോട് സഹിത്വം, കൂട്ടായ്മ, ആ സ്നേഹബന്ധത്തിന് വേണ്ടി ദൈവം നമ്മോട് സംസാരിക്കും. Why does God speak? Why does God talk? ഭാവിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല, നമ്മോട് ഒരു സ്നേഹിതൻ സംസാരിക്കുന്ന പോലെ, ഒരു കൂട്ടാളി സംസാരിക്കുന്ന പോലെ, ഒരു അപ്പൻ സംസാരിക്കുന്ന പോലെ, ഒരു മണവാളൻ സംസാരിക്കുന്ന പോലെ God speaks. അതെ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചെവികൾ തുറന്നിരിക്കട്ടെ, നമ്മുടെ കണ്ണുകൾ തുറന്നു വരട്ടെ, ദൈവത്തെ ഒന്ന് കേൾക്കുവാൻ, ദൈവ ശബ്ദം ഒന്ന് കേൾക്കുവാൻ. ഞാൻ എന്റെ നാഥന്റെ ശബ്ദം കേട്ടു, ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ കേട്ടു കേട്ടു കേട്ടു. ഹല്ലേലൂയ. രണ്ടാമത് ദൈവം എന്തിനാ സംസാരിക്കുന്നത് നമ്മോട്? ദൈവം സംസാരിക്കുന്ന ദൈവം ദൈവത്തെ വെളിപ്പെടുത്തുവാൻ സംസാരിക്കുന്നു. ദൈവം ആരാണ്? ഞാൻ ആരാണ്? ഈ ഞാനാകുന്നവൻ ഞാനാകുന്ന ആരാണ്? The great I am. ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവം സംസാരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ മാജസ്റ്റി, ഇത് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മോട് സംസാരിക്കുന്നു. എന്തിനാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? ദൈവം നമ്മോട് ഇടപെടുന്നത്? ദൈവത്തിന് ഭൂമിയെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ എന്തിനാ സംസാരിക്കുന്നത്? നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും അത് നമുക്ക് വെളിപ്പെടുത്താനും, ദൈവത്തിന്റെ വലിയ പ്ലാനിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മോട് പറയുവാനും ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മെ ഗൈഡ് ചെയ്യുവാൻ, നമുക്ക് മാർഗദർശനം തരുവാൻ, നാം വിഷമിച്ചിരിക്കുമ്പോൾ, തകർന്നിരിക്കുമ്പോൾ, നാം നിരാശയിലിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ആ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മോട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഇടയനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കാം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. അതെ, ഇന്ന് നമ്മൾ ഒത്തിരി മാനുഷിക ശബ്ദം കേൾക്കുന്നവരായിരിക്കാം. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശുശ്രൂഷകന്മാരുടെ ശബ്ദം ആവശ്യമാണ്. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടയന്മാരുടെ ശബ്ദം നമുക്ക് ആവശ്യമാണ്. ഈ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനം അവരുടെ ഇടയന്റെ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വഴിതെറ്റി പോവാം. സ്തോത്രം.
ഒരു പ്രവാചകനെക്കാട്ടിൽ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നോക്കി ആലോചനകൾ പറയുവാൻ കഴിയുന്നത് ആർക്കാണ്? ദൈവം അവിടെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഇടയെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ്. പ്രവാചകന്മാർ വന്ന് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രവാചകന്മാരുടെ പുറകെ പോയാൽ എത്രയോ ആൾക്കാർ, പാസ്റ്ററെ ഞാൻ അവിടെ പോയി, അവരങ്ങനെ പറഞ്ഞു, അത് നടന്നില്ലല്ലോ, ഇവിടെ പോയി ഇത് നടന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞു, അത് നേരെ വിപരീതമായി സംഭവിച്ചു. ആശയക്കുഴപ്പത്തിൽ, വിഷമത്തിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിൽ നാം ദൈവശബ്ദം തിരിച്ചറിയുന്നവരാണെങ്കിൽ, നാം ദൈവശബ്ദവും പൈശാചിക ശബ്ദവും മാനുഷിക ശബ്ദവും അത് വേർതിരിച്ച് വിവേചിച്ചറിയുവാൻ നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ, ആ പക്വതയുണ്ടെങ്കിൽ, നാം പ്രവാചകന്മാരെ സ്നേഹിക്കുന്നു, പ്രവാചകന്മാരെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രൊഫറ്റിക് കോൺഫറൻസുകൾ ഒരുക്കി ദൈവസഭകളിൽ, ആഗോള സഭയിൽ ഉയർത്തിയിരിക്കുന്ന പ്രവാചക ശുശ്രൂഷകളെ നാം വിളിക്കുന്നത്. ഹല്ലേലൂയ. നാണയത്തിന്റെ ഒരു വശം അതായിരിക്കുമ്പോൾ തന്നെ നാം എങ്ങനെയാണ് നയിക്കപ്പെടേണ്ടത്, നാം എങ്ങനെയാണ് നടത്തപ്പെടേണ്ടത്, എങ്ങനെയാണ് നമുക്ക് പക്വതയിലേക്ക് വരുവാൻ കഴിയുന്നത്, പെട്ടെന്ന് നമുക്ക് ആ വളരുവാൻ, അഭിവൃദ്ധിയിലേക്ക് വരുവാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഫലപ്രദമാകുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 10-ാം 27-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. യെസ്. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നോക്കിയേ, യേശു പറയുക, എത്ര പേരാണ് യേശുവിന്റെ ആടുകൾ? ആ കരമുയർത്തി ഒന്ന് പറയാം. യേശുവിന്റെ സ്വന്തം രക്ഷാ കർത്താവായി സ്വീകരിച്ച് നമ്മളെല്ലാവരും കർത്താവിന്റെ ആടുകളാണ്. യേശു പറയുക, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ശബ്ദം കേട്ടാൽ പിന്നെ എന്താണ്? ശബ്ദം കേട്ടു, പിന്നെ നാം നമ്മുടെ വഴി പോകുകയാണോ, നമ്മുടെ ഇഷ്ടം ചെയ്യുകയാണോ? അല്ല. And they follow me. അവരെന്നെ എന്ത് ചെയ്യും? അനുസരിച്ച് എന്നെ അവർ അനുഗമിക്കും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, അവരൊരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ചെയ്യില്ല. എന്തൊരു ഉറപ്പാ, എന്തൊരു ഗ്യാരണ്ടിയാണ്! നാം യേശുവിന്റെ ശബ്ദം അനുസരിച്ച് ആ ദൈവ ശബ്ദത്തിന് വേണ്ടി നാം നമ്മുടെ ചെവി കൊടുത്താൽ, നമ്മുടെ ജീവിതം അങ്ങനെ പണിയപ്പെട്ടാൽ പിന്നെ നമുക്കൊന്നും ഭയപ്പെടണ്ട. ദൈവം എന്തിനാണ് നമ്മോട് സംസാരിക്കുന്നത്? നാം അവന്റെ ആടുകളാണ്. വഴിതെറ്റി പോകാതിരിക്കുവാൻ, പിശാചിന്റെ കെണിയിൽ പെട്ടുപോയി നമ്മുടെ ജീവിതങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ, അവന്റെ കൈകളിൽ നിന്ന് നാം ചാടി പുറത്തു പോകാതിരിക്കുവാൻ ഇടയന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. സ്വർഗീയമായി പ്രധാന ഇടയന്റെ ശബ്ദവും നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടയ ശുശ്രൂഷ ഇന്ന് ഓൺലൈനിൽ കാണുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ, അത് നിങ്ങളുടെ സഭയാണ്, നിങ്ങളെ ദൈവം അവിടെ നട്ടുവെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഇടയന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു സേഫ് ഗാർഡാണ്. നിങ്ങളെ തെറ്റിച്ചു കളയുവാൻ, നിങ്ങളെ വഞ്ചിക്കുവാൻ പൈശാചിക ആത്മാക്കൾ, സ്വന്തം അന്ത്യകാലത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ നമ്മെ എന്ത് ചെയ്യും? നമ്മെ കൂട്ടത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ച്, നമ്മെ ഒറ്റയ്ക്കാക്കി, നമ്മെ നശിപ്പിച്ച് കളയുന്ന പൈശാചിക. അതുകൊണ്ട് ദൈവം എന്തിനാ സംസാരിക്കുന്നത്? ദൈവം നമ്മെ കരുതുവാൻ, ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്തിനാണ് ദൈവശബ്ദം നമ്മളിലേക്ക് ദൈവം അയക്കുന്നത്? Why does God speak to us? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാരെ പുറത്തെടുക്കുവാൻ ദൈവം നമ്മോട് സംസാരിക്കും, നമ്മോട് ഇടപെടും. 29-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്താണ് സംസാരിക്കുന്നത്? ദൈവം എന്തിനാണ് സംസാരിക്കുന്നത്? ആരാണ് ഒരു പ്രവാചകൻ? ദൈവത്തിന്റെ ശബ്ദം കേട്ട് അത് സംസാരിക്കുന്നവനാണ് ഒരു പ്രവാചകൻ. എന്താണ് പ്രവാചക ശുശ്രൂഷ? ദൈവ ശബ്ദം കേൾക്കുന്നു, അത് പറയുന്നു. ആ ദൈവശബ്ദം കേട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നാം ദൈവപുത്രന്റെ സ്വരൂപത്തോടെ നാം അനുരൂപപ്പെടും. ഈ ദൈവശബ്ദം കേൾക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? ത്രൂ പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥ പ്രവചനികമായ അഭിഷേകത്തിലും ആ ശുശ്രൂഷയിൽ എന്താ സംഭവിക്കുന്നത്? നാം യേശുവിനെ പോലെ, യേശുവിന്റെ സ്വഭാവം, യേശുവിന്റെ സൗമ്യത, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ താഴ്മ, യേശുവിന്റെ ക്ഷമ, യേശുവിന്റെ കരുതൽ, യേശുവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ്, യേശുവിന്റെ ആഗ്രഹം, യേശുവിന്റെ ജീവിത ശൈലി. We become more like Jesus. Somebody say that's what true prophetic ministry is. ഈ ദൈവശബ്ദം എന്താ ചെയ്യുന്നത്? നാം യേശുവിനെ പോലെ നാമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കും. ഈ ദിവസങ്ങളിൽ എത്ര പേര് പറയും, കർത്താവേ എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് നമ്മോട്? വ്യത്യസ്തമായ ഒത്തിരി രീതികളുണ്ട്. 10 രീതികൾ. സ്തോത്രം. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ആഴമായി അതിലേക്കൊക്കെ പോകാം. പ്രധാനമായും എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്? തന്റെ വചനത്തോടെ. നാം ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ്? നാം ദൈവശബ്ദം മനസ്സിലാക്കുന്നത്, തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് പ്രവചനാത്മാവിൽ, പ്രൊഫറ്റിക് അനോയിന്റിംഗിൽ, പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ, പ്രൊഫറ്റിക് എൻകൗണ്ടറുകളിൽ ആ ശുശ്രൂഷകളൊക്കെ മുമ്പോട്ട് പോകണമോ? ദൈവവചനമാണ് അതിന്റെ ആധാരം. ഹല്ലേലൂയ. The word of God. ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമുക്ക് എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീരുന്നത്? നാം ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. എല്ലാ പ്രവാചക ശബ്ദങ്ങളെയും പ്രവചന ശബ്ദങ്ങളെയും, നാം കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും വിവേചിക്കുവാൻ ഉള്ള ദൈവത്തിന്റെ അളവുകോൽ എന്താണ്? അത് എത്ര വലിയ പ്രവാചകനാണെങ്കിലും, എത്ര വലിയ പ്രവചനമാണെങ്കിലും ഈ ദൈവത്തിന്റെ വചനമാണ് അതിനെ അളക്കുന്ന തൂക്കുകട്ട, അതിനെ അളക്കുന്ന അളവുകോൽ. This is the measuring yardstick by which every prophecy must be tested. ഈ വചനത്തോട് ചേർന്ന് വരാത്തതൊന്നും അത് ദൈവശബ്ദമല്ല. ഇതിനെ, ഈ ദൈവവചനത്തെ അനുകൂലിക്കാത്തതൊന്നും യഥാർത്ഥ പ്രവചന ശബ്ദമല്ല. നിങ്ങളുടെ ഇടയന്മാർക്ക് നിങ്ങൾ കീഴ്പ്പെടേണ്ട. അങ്ങനെ ആരെങ്കിലും പ്രവചിക്കുവാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കണ്ട.
നിങ്ങൾ വെട്ടിപ്പും തട്ടിപ്പും കാണിച്ചോ? നിങ്ങൾ കള്ളത്തരം കാണിച്ചോ? നിങ്ങൾ കൃപ വരികേണ്ടി വേണ്ടി പാപത്തിൽ ജീവിച്ചോ? ദൈവത്തിന് പാപത്തെ കുറിച്ച് ഒരു കാര്യമൊന്നുമില്ല. വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളെ, അതെത്ര വലിയ തലക്കെട്ടാണെങ്കിലും, അതാര് പറയുന്ന ദൈവശബ്ദമാണെങ്കിലും പ്രവചനമാണെങ്കിലും, ദൈവത്തിന്റെ വചനത്തിന്റെ സ്റ്റാൻഡേർഡ്, ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളി തുള്ളി മാറിയാൽ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നാം തന്നെ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് നാം കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദം തന്നെയാണോ, അതോ നമ്മുടെ ശബ്ദമാണോ, നമ്മുടെ ചിന്തയാണോ, അതോ ഒരു പൈശാചിക വഞ്ചിക്കുന്ന ആത്മാവിന്റെ ശബ്ദമാണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം രാപകൽ ധ്യാനിച്ചാൽ, നാം ദൈവസന്നിധിയിൽ വന്നാൽ, ഈ വചനം രാവും പകലും ധ്യാനിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും, നമ്മുടെ സാഹചര്യങ്ങളോട് ഇടപെടും, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളോട് ദൈവം ഇടപെടും. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പോകുമോ? എല്ലാ ദിവസവും നിങ്ങൾ ക്വൈറ്റ് ടൈം എടുക്കുന്നവരല്ലെങ്കിൽ, രാവിലെ കുറച്ച് സമയം വേർതിരിച്ച് 1/2 മണിക്കൂർ 1 മണിക്കൂർ എടുക്കുന്നവരല്ലെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ ദിവസത്തെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച്, നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ച്, ദൈവശബ്ദം ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ വായിച്ച് ദൈവം ഇടപെടുവാൻ സാമുവേൽ പറഞ്ഞതുപോലെ, ഏലി തന്നെ പഠിപ്പിച്ചതുപോലെ, ഹല്ലേലൂയ. 1 സാമുവേൽ ആ കുഞ്ഞിനെ ഹന്ന കൊണ്ടുവന്ന് ഏലിയുടെ കൈകൾ കൊടുക്കുകയാണ്. താൻ ആലയത്തിന്റെ ഉള്ളിൽ നിയമപെട്ടകത്തിന് മുമ്പിൽ ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ താൻ വളർന്നു വരികയാണ്. ഒരു ദിവസം തന്നിലേക്ക് ദൈവത്തിന്റെ ശബ്ദം വരികയാണ്. അപ്പോൾ യഹോവ വന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. 2ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി, കാണുവാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. 4ാമത്തെ വാക്യം. And the Lord called Samuel and he said, Here I am. Then he ran to Eli and said, Here I am, for you called me. But he said, I did not call. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ആ ഭാഗമെല്ലാം നമുക്കറിയാമല്ലോ. ഓടിച്ചെല്ലുകയാണ് സാമുവേൽ. ദൈവശബ്ദം ഒരു ശബ്ദം കേൾക്കുന്നു. ഏലിയാണ് വിളിച്ചെന്ന് താൻ ചിന്തിച്ചു ഓടിപ്പോകുകയാണ്. വീണ്ടും 3 പ്രാവശ്യം. 3ാമത്തെ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചപ്പോൾ ഏലി പറയുകയാണ്, അടുത്ത പ്രാവശ്യം ഈ ശബ്ദം കേൾക്കുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? 10ാമത്തെ വാക്യം. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. Then the Lord came and stood and called as at other times, Samuel, Samuel. And Samuel said, Speak, for your servant is listening. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദൈവം നമ്മോട് ദൈവത്തിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. അടുത്ത സമയങ്ങളിൽ കർത്താവ് എങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ഈ ദൈവശബ്ദം നമ്മളിലേക്ക് വരുന്നത്, അതെല്ലാം കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ സാമുവേലിന്റെ ഹൃദയത്തിന്റെ ഒരു മനോഭാവം നോക്കി, ഒരുക്കം നോക്കി. തന്റെ മെന്റർ, തന്റെ അപ്പൻ, തന്റെ ആത്മീയപ്പൻ തന്നോട് പറയുക, അടുത്ത പ്രാവശ്യം നീ ശബ്ദം കേൾക്കുമ്പോൾ ഈ ദൈവശബ്ദത്തോട് നീ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എപ്പോഴാണ് ഈ ദൈവശബ്ദം നിന്നിലേക്ക് വന്ന് ആ ശബ്ദത്തെ നിനക്ക് കേൾക്കുവാൻ, നന്നായി കേൾക്കുവാൻ അടിയനിത. എത്ര പേര് പറയും? അടിയനിത, അടിയനോട് സംസാരിക്കണമേ, അടിയനിത, അടിയനോട് സംസാരിക്കണം. വ്യത്യസ്തമായി ദൈവം നമ്മോട് സംസാരിക്കും. വ്യത്യസ്ത രീതികളിൽ ദൈവം നമ്മോട് സംസാരിക്കും. അതെല്ലാം നാം പരിചിതമാകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ആ റലത്തിലേക്കൊക്കെ കയറി ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യം. പിന്മാറ്റത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ വഴികൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നൊക്കെ മാറി, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് തന്റെ ഭർത്താവിനെയോ ഭാര്യയോ വിട്ട് വ്യഭിചാരം ചെയ്യുന്ന രീതിയിൽ ആ തലത്തിൽ ദൈവം പറയുകയാണ്, ഇസ്രായേൽ, യു ഹാവ് കമ്മിറ്റഡ് സ്പിരിച്വൽ അഡൾട്ടറി. ആത്മീയമായി ഇസ്രായേലേ, ദൈവമക്കളെ, ദൈവജനമേ. ഹോശേയ പ്രവാചകനാണ്. ഈ പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ദൈവത്തിന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ശബ്ദം മനസ്സിലാക്കുന്നു. താൻ കേൾക്കുന്നത് താൻ വിളിച്ചു പറയുകയാണ്. അങ്ങനെ തന്റെ ജനം, ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ പേർ വിളിക്കപ്പെട്ട ദൈവജനം, അവർ പാപത്തിലും പിന്മാറ്റത്തിലും ദൈവത്തിന്റെ വഴിവിട്ട് പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ അവരെ ശാസിക്കുകയും ആ ശിക്ഷണത്തിന്റെയും ന്യായവിധിയുടെയും വചനത്തിന്റെ മധ്യത്തിൽ വീണ്ടും ദൈവത്തിന്റെ ഹൃദയം പറയുന്ന ഒരു ഭാഗമാണ്. അതെ, ദൈവം നമ്മെ ശിക്ഷിക്കും, ദൈവം നമ്മെ ശിക്ഷണത്തിൽ കൊണ്ടുവരും, ദൈവം നമ്മെ സ്തോത്രം ബാലശിക്ഷകൾ കഴിക്കും. എന്തിനാണ് നാം അവന്റെ ഇമ്പശബ്ദം ഒന്ന് കേൾക്കണം? അവന്റെ ഹൃദയം നാം ഒന്ന് അറിയുവാൻ അവൻ നമ്മെ വീണ്ടും ശകാരിക്കും, അവൻ വീണ്ടും നമ്മെ ഗുണദോഷിക്കും. നമുക്ക് ആ വാക്യങ്ങൾ കേൾക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദയമായി ഞാൻ അവളോട് നോക്കിയ ദൈവത്തിന്റെ ഹൃദയം, ഞാൻ അവളെ വശീകരിച്ച്. നോക്കിയേ, വശീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കാണോ? ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവജനമേ, ദൈവമക്കളെ, നാം ദൈവത്തിന്റെയാണ്. ഈ ലോകത്തിന്റെ പലതും
നമ്മുടെ ശ്രദ്ധകളെ തിരിക്കുമ്പോൾ, ലൗകികമായി ജഡികമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധകളെ തിരിക്കുമ്പോൾ, God is always seeking for our attention. നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധ പിടിച്ചു വെച്ചുവാൻ ദൈവം നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കുക. ജനത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുക, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളോട് ഹൃദ്യമായി, I will speak comfortably unto her. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. Yes. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരകളെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയ ആകും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുക, നിങ്ങൾ പിന്മാറ്റം കാണുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഈ വേദനിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ വന്നെങ്കിലും ഞാൻ നിങ്ങളെ വീണ്ടും എന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. ആമേൻ. ആഖോറിന്റെ താഴ്വരകളിൽ പ്രത്യാശയുടെ ഒരു വാതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. The valley of trouble becomes the valley and the door of hope. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം. എന്താണ് ആഖോർ താഴ്വരയിൽ സംഭവിച്ചത്? യോശുവയും കൂട്ടരും തന്റെ സൈന്യം പോയി യെരിക്കോ പട്ടണത്തെ പിടിച്ചടക്കി. വലിയ ജയം ദൈവം അവർക്ക് കൊടുത്തു. അടുത്ത പട്ടണത്തെ പിടിക്കുവാൻ ആയി പട്ടണത്തിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ കൽപ്പന, ദൈവശബ്ദം, ദൈവവചനം, ദൈവത്തിന്റെ വ്യവസ്ഥ അവർക്ക് വളരെ കൃത്യമായിരുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പട്ടണത്തിലെ ഒരു സാധനം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അവിടുന്ന് നിങ്ങൾ മോഷ്ടിച്ച് നിങ്ങൾക്കായി എടുക്കരുത്. അതിൽ ശാപമുണ്ട്. അവിടെ കാണുന്ന സ്വർണവും ആ ആരാധന കഴിച്ചിരിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഒരു മനുഷ്യൻ ആഖാൻ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോൾ അവന് മോഹം തോന്നി. യെസ്. എന്നാൽ ഇസ്രായേൽ മക്കൾ ശാപതാർപ്പിത വസ്തു സംബന്ധിച്ച ഒരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശാപാർപ്പിത വസ്തുവിൽ നിന്ന് ചിലതെടുത്തു. എടുക്കാൻ പാടില്ലാത്തത്, ശപിക്കപ്പെട്ടിരിക്കുന്ന, ശാപാർപ്പിതമായിരിക്കുന്ന ഈ വസ്തു താൻ ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യക്തമായി ദൈവജനത്തിലേക്ക് വന്നെങ്കിലും അത് കേൾക്കാതെ വകവയ്ക്കാതെ എന്ത് ചെയ്തു? താൻ ദൈവശബ്ദം, യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ മേൽ വന്നു. യെസ്. അപ്പോൾ അവസാനം ആരാണ്, എന്താണ് ആ യുദ്ധം അവർ പരാജയപ്പെട്ടത് പോയത്? എന്താണ് ആ പട്ടണത്തിൽ അവർക്ക് ജയിക്കുവാൻ കഴിയാത്തത്? അവർ തോറ്റുപോകുവാൻ കാരണം അവർ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ യോശുവ, സ്തോത്രം, ഹല്ലേലൂയ, 10-ാമത്തെ വാക്യം, യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു. നീ എന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. നോക്കിയേ, ദൈവം പറയാ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. പരാജയത്തിന്റെ കാരണം പാപം. നിങ്ങൾ തോറ്റുപോകാൻ കാരണം, മുമ്പോട്ട് പോകാൻ കഴിയാത്തതിന്റെ കാരണം ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അവസാനം ആഖാനെ കൊണ്ടുവരുന്നു. 24-ാമത്തെ വാക്യം, അപ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും കൂടി സേരഹിന്റെ പുത്രനായ ആഖാനെ വെള്ളി, മേലങ്കി, പൊൻകട്ടി, അവന്റെ പുത്രിമാർ, അവന്റെ കാള, കഴുത, ആട്, കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവുമായി ആഖോർ താഴ്വരയിൽ കൊണ്ടുപോയി. സ്തോത്രം. ആഖാനോട് ചേർന്ന് നിന്ന് എല്ലാവരെയും, ആ കുടുംബം മൊത്തം അവർ ദൈവത്തിന്റെ, നോക്കിയ പഴയ നിയമത്തിൽ അത്ര കർശനമായിരുന്നു. അവർ ദൈവ ശബ്ദത്തെ അവർ തിരസ്കരിച്ചപ്പോൾ ആഖോർ താഴ്വരകളിലേക്ക് ആക്കാനും ആക്കാന്റെ കുടുംബത്തെയും അവർക്കുണ്ടായിരിക്കുന്ന എല്ലാം കൊണ്ടുവരികയാണ്. യെസ്. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യേശുവ. Why have you troubled us? The Lord will trouble you today. Yes. പിന്നെ ഇസ്രായേൽ എല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയും കല്ലെറിയുകയും ചെയ്തു. വലിയൊരു ന്യായവിധിയാണ് ആഖോർ താഴ്വരകളിൽ. അവർ ശാപാർപ്പിതമായ വസ്തുവായതുകൊണ്ട് അതിനെ നിങ്ങൾ തുടരുത്, അത് കൊണ്ടുവരരുത് എന്ന് ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യക്തമായി വന്നപ്പോൾ അത് തിരസ്കരിച്ച ഒരു കുടുംബം അവരുടെ ജീവിതത്തിലേക്ക് വലിയ ന്യായവിധിയാ വരുന്നത്. വലിയ വേദനയാണ്. ഇറ്റ് വാസ് എ ട്രബിൾ, ഒരു ട്രാജഡി സംഭവിക്കുകയാണ്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് ദൈവം അതിനെ വീണ്ടും ഒന്ന് മാറ്റുകയാണ്. എവിടെ വലിയ ന്യായവിധി വെളിപ്പെട്ടോ, എവിടെ ദൈവത്തിന്റെ തിരുത്തൽ വെളിപ്പെട്ടോ, എവിടെ ദൈവത്തിന്റെ കാലം ഭാരമായി വന്നോ, ദൈവം പറയുകയാണ്, ആഖോർ താഴ്വരകളിലേക്ക് ഞാൻ നിന്നെ വശീകരിച്ചു. ഇസ്രായേലേ, ഒരു പ്രാവശ്യം നീ തെറ്റിപ്പോയതാണ്, ഒരു പ്രാവശ്യം നീ എന്റെ ശാസന കേട്ടതാണ്, ഒരു പ്രാവശ്യം എന്റെ കാലം നിന്റെ ജീവിതത്തിൽ ഭാരമായി വന്നതാണ്. ഹല്ലേലൂയ. പക്ഷെ വീണ്ടും ഞാൻ നിന്നെ ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുവന്ന്, ഹല്ലേലൂയ, നിന്നെ ന്യായം വിധിക്കുവാനല്ല, എന്റെ ശബ്ദം നിന്നെ വീണ്ടും ഒന്ന് അറിയിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് എന്റെ ശബ്ദം ഹൃദ്യമായി നിന്നോടൊന്ന് ഇടപെടുവാൻ, നിന്റെ പാപം മാറ്റുവാൻ, നിന്റെ പിന്മാറ്റം മാറുവാൻ, വീണ്ടും നീ ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്കും ദൈവത്തിന്റെ പദ്ധതികളിലേക്കും ഒന്ന് വരുവാൻ ഞാൻ ഹൃദ്യമായി നിനക്ക് പ്രത്യാശയുടെ ഒരു വാതിൽ തന്ന്, നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങളെ തന്ന് നിന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഒരു ദൈവ
ശബ്ദം വരുമ്പോൾ, ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മെ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക്, ദൈവം ആരായിരിക്കുന്നു അവനിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ദൈവം തന്റെ ശബ്ദത്തെ അയക്കുക. എത്ര പേര് പറയും ഹല്ലേലൂയ, കർത്താവേ കർത്താവേ അങ്ങയുടെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ, അങ്ങയുടെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. അടിയനിതാ എത്ര പേരെന്ന് പറയും, അടിയനിതാ അടിയനോട് സംസാരിക്കണം, അടിയനോട് സംസാരിക്കണം, അടിയനിതാ അടിയനിതാ അടിയനോട് സംസാരിക്കണം. സംസാരിക്കണം. നാം കേട്ട ദൈവത്തിന്റെ വചനത്തോടൊന്ന് പ്രതികരിക്കുവാൻ, ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് പിടിച്ചെടുക്കുവാൻ ഈ പ്രൊഫറ്റിക് മൂവിൽ കർത്താവേ അങ്ങയുടെ ദൂതവാഹകരാകുവാൻ, ആ പ്രൊഫറ്റിക് അനോയിന്റിങ്ങിനെ ശരിയായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരായി തീരുവാൻ, ട്രൂ പ്രൊഫറ്റ്സിനെ പുറത്തെടുക്കുവാൻ, ട്രൂ പ്രൊഫറ്റിക് മിനിസ്റ്റേഴ്സിനെ പുറത്തെടുക്കുവാൻ, ആ പ്രൊഫറ്റിക് ഗ്രേസിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ കർത്താവേ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നവരായി താങ്ക് യു. ആ രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഇന്ന് പകൽക്കാലം കർത്താവേ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടതിനായി, അങ്ങയുടെ ദൂത് ഞങ്ങളെ കേൾപ്പിച്ചതിനായി, ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നവരായി, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഒരു തലമുറയായി, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ജനമായി, a prophetic church that is well trained to hear your voice, അങ്ങയുടെ ശബ്ദം തിരിച്ചറിയുന്നവരായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പ ഞങ്ങളെ സമർപ്പിക്കുന്നു.